പാലക്കാട് പല്ലശ്ശനയിൽ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകി. ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മതിയായ ചികിത്സ നൽകാത്തതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു എന്നാണ് കുട്ടിയുടെ കുടുംബത്തിന്റെ പരാതി. ഇല്ല, ആരും വിളിച്ചിട്ടില്ല. നമ്മൾ ഇതുവരെ ഡോക്ടർമാരാരും അന്വേഷിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നടപടികളിലേക്കൊന്നും വന്നുമില്ല. കുട്ടിക്ക് ചികിത്സ മൂലം ഒരുപാട് കഷ്ടത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പരാതിയിൽ തന്നെ പോകും. അവർ ഡോക്ടർമാർ ഇങ്ങനെ ചെയ്തല്ലോ, കൈ ഇല്ലാതെയാക്കില്ലേ. പ്രതീക്ഷിച്ചൊരു നടപടിയൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പരാതി കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. അവർ തരാമെന്നോ എടുക്കാമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് കുട്ടീൻ്റെ കൈ നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് അതിൽ കേസിൽ തന്നെ കൂടെ പോകും. ഞങ്ങൾ പിന്നെ കുട്ടീൻ്റെ കൈ പോയി ഇവർ കൈ തരുമോ തരില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുട്ടീൻ്റെ കൈ പോയതിന് ഞങ്ങൾ നടപടി കൂടി തന്നെ പോകും. ഗോകുൽ വി എസ് വിവരങ്ങളുമായി. ഗോകുൽ, സാധാരണ ഒരു പരാതി എന്നതിനപ്പുറത്തേക്കുള്ള ഗൗരവം മെഡിക്കൽ മേഖല ഉൾപ്പെടെ നൽകാത്തത് കൊണ്ടാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകേണ്ടി വരുന്നത്. തീർച്ചയായും, അതായത് ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയിൽ ഒക്കെ തന്നെ പരാതി നൽകിയിരുന്നു. പക്ഷെ അതിലൊന്നും വിചാരിച്ച ഫലമുണ്ടാകുന്നില്ല. അന്ന് ഈ വാർത്ത വന്ന സമയത്തൊക്കെ തന്നെ ഒരുപാട് വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ ഇടപെടലൊക്കെ ഉണ്ടാകുന്ന ഉറപ്പ് നൽകിയെങ്കിലും അതൊന്നും തന്നെ പിന്നീട് ഉണ്ടായില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ പോലീസിൽ പരാതി കൊടുക്കാൻ കുടുംബം തീരുമാനിച്ചത്. അതനുസരിച്ച് കുട്ടിയുടെ മുത്തശ്ശിയാണ് ഇന്ന് പാലക്കാട് സൗത്ത് പോലീസിൽ പരാതി നൽകിയത്. ഇതിൽ മെഡിക്കൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അത് പരിശോധിച്ച് കേസെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരാതി ഇങ്ങനെ കുടുംബം പോലീസിൽ നൽകുന്നത്. ശരി, ഗോകുൽ വി എസ് ആണ് പാലക്കാട് എന്ന വിവരങ്ങൾ നൽകിയത്. പോലീസിലേക്ക് എത്തുകയാണ്. മറ്റു വഴികളില്ലാതെയാണ് കുടുംബം പോലീസിലേക്ക് എത്തുന്നത്.